ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വന്നത്. നമ്മളെല്ലാവരും പറയും ജാനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണെന്ന്. എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് നിങ്ങൾക്കറിയാമോ? അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എ സ്റ്റേറ്റ് ഇൻ വിച്ച് സുപ്രീം പവർ ഈസ് ഹെൽഡ് ബൈ ദ പീപ്പിൾ ആൻഡ് their elected representatives and which has an elected or nominated president rather than a monarch. അതായത് ഒരു രാജ്യം അതിൻ്റെ സുപ്രീമായിട്ടുള്ള പവർ, അതിൻ്റെ പരമാധികാരം കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? ജനങ്ങൾ ഇലക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സിനോ, അതല്ലെങ്കിൽ ആ ഇലക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന ആളുകൾ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾക്കോ. അതായത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇലക്റ്റഡ് മെമ്പേഴ്സിനായിരിക്കണം, അതല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്കായിരിക്കണം. ജനങ്ങൾക്ക് പരമാധികാരം ഉണ്ടാകണം. അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് രാജ്യങ്ങളെന്ന് പറയുന്നത്. അതല്ലാതെ ഒരു മൊണാർക്കിനല്ല, അതായത് ഒരു ചക്രവർത്തിക്ക് അല്ല. അപ്പോൾ നമ്മളുടെ പ്രസിഡൻറ്റ് ഇല്ലേ, നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? പ്രസിഡൻറ്റിനാണ്. ആ പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ആൾ നമ്മൾ തിരഞ്ഞെടുത്ത ആളാണ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു രാജ്യാവകാശം കിട്ടി വരുന്ന ഒരാളല്ല പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മളാരും പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷന് പങ്കെടുക്കുന്നില്ലല്ലോ, നമ്മളാരും വോട്ട് ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത്? ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം വഴിയാണ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്, MLA-മാരായിട്ടും MP-മാരായിട്ടും. ഇവരെല്ലാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. നമുക്ക് വേണ്ടി അതാത് സഭകളിൽ സംസാരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് വിട്ടിരിക്കുന്ന ആളുകളാണ് MLA-മാരും MP-മാരും. അതുപോലെ രാജ്യസഭയിൽ MP-മാരുണ്ട്. ആ ഇലക്ഷൻ നമ്മളല്ല ചെയ്യുന്നത്, അവിടെയും നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകളാണ് രാജ്യസഭയിലെ MP-മാർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. അതുകൂടാതെ നോമിനേറ്റഡ് മെമ്പേഴ്സുമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യും ചില ആളുകളെ, അതായത് സ്പോർട്സ് അല്ലെങ്കിൽ സിനിമ ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നും രാജ്യസഭാ MP-മാരായിട്ട് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് വിടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് വരുന്നത്. അത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം കൂടുതലും എലക്റ്റഡ് മെമ്പേഴ്സാണ്. അപ്പോൾ ഈ ആളുകൾ ആണ് പ്രസിഡൻറ്റിന് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ആ ആളുകൾ നമ്മുടെ സ്റ്റേറ്റിലെ MLA-മാരുണ്ട്. ഇലക്ടഡ് കോളേജിലുള്ള അംഗങ്ങളെന്ന് പറയുന്നത് സ്റ്റേറ്റിലെ MLA-മാരുണ്ട്. 2 സഭകളിലെയും, പാർലമെൻറ്റിലെയും 2 സഭകൾ, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും 2 സഭകളിലെയും MP-മാരുണ്ട്. അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസിലെ അംഗങ്ങളുമുണ്ട്. ഇവരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകളാണ്. നമുക്ക് വേണ്ടിയിട്ട് അവരവിടെ വോട്ട് ചെയ്യും. അപ്പം പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ നടക്കുന്നത് ഇലക്ട്രൽ കോളേജാണ്. ഇലക്ട്രൽ കോളേജിൽ ഇന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് വേണ്ടി അവർ വോട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് വിട്ട ഒരു ഭരണാധികാരി ഭരിക്കുന്ന രാജ്യം, അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ മാറുന്നു. അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 1950 ജാനുവരി 26 ഇന്ത്യ ആദ്യമായി റിപ്പബ്ലിക് ആയത്. അതുപോലെ അന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അന്ന് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഡെമോക്രസി എന്ന വാക്കിനും റിപ്പബ്ലിക് എന്ന വാക്കിനും എന്താണ് വ്യത്യാസമെന്ന് നമ്മൾ ആലോചിക്കും. ഇപ്പോൾ ഇത് തന്നെയാണല്ലോ ജനാധിപത്യം എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ജനാധിപത്യവും റിപ്പബ്ലിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. റിപ്പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഒരു ഭരണഘടന അനുസരിച്ചിട്ടാണ് ഒരു റിപ്പബ്ലിക് രാജ്യത്ത് ഭരണം നിലനിൽക്കുന്നത്. റിപ്പബ്ലിക് രാജ്യത്ത് ഭരണം നിലനിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ അംഗീകരിച്ച ഒരു ഭരണഘടന അനുസരിച്ചിട്ടാണ് നടക്കുന്നത്.
പക്ഷേ ഒരു ഡെമോക്രസി മാത്രമാണ് ഒരു രാജ്യത്തുള്ളെങ്കിൽ അവിടെ ജനങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. അവിടുത്തെ ഭരണം എപ്പോഴും വിൽ ഓഫ് ദ പീപ്പിൾ, ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അവിടെ ഭരണഘടനയ്ക്കല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്, ഭൂരിപക്ഷം ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പം നമ്മളൊരു MLA ഇലക്ഷൻ വോട്ട് ചെയ്യുന്നു. MLA ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 3-4 സ്ഥാനാർത്ഥികൾ കാണും. നമ്മൾ നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത ആളല്ല ജയിക്കുന്നത്. വോട്ട് ഷെയർ നോക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് 1000 പേരുണ്ടെങ്കിൽ അതിൽ 600-700 പേര് വോട്ട് ചെയ്ത ആളുകളല്ല ജയിക്കുന്നത്, വോട്ട് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ. അപ്പം കുറഞ്ഞ വോട്ട് മിക്കവാറും കുറഞ്ഞ വോട്ട് തന്നെയായിരിക്കും ആ ആൾക്ക്, ജയിച്ച ആൾക്ക് കിട്ടുന്നത്. ബാക്കി വോട്ട് കൂടുതലും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി കൂടുതൽ ആർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. കാരണം ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു MLA ഇലക്ഷന് തന്നെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 4-5 സ്ഥാനാർത്ഥികൾ കാണും. അപ്പോൾ വോട്ട് പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അല്ലാതെ 2 പേരല്ല ഇലക്ഷന് നിൽക്കുന്നത്. 2 പേര് ഇലക്ഷന് നിൽക്കുവാണെങ്കിൽ വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് നമുക്കവിടെ പറയാം. പക്ഷേ 2 പേരല്ല, എത്ര പേർക്ക് വേണമെങ്കിലും നിൽക്കാം. അപ്പോൾ വോട്ട് ഷെയർ ചെയ്തു പോകുന്നു, അതിൽ ഏറ്റവും കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്, ആ ആളാണ് ജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഡെമോക്രസിയിൽ വിൽ ഓഫ് ദ പീപ്പിളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പം റിപ്പബ്ലിക്കിന് കോൺസ്റ്റിറ്റ്യൂഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമാണ് ഞാനിപ്പം പറഞ്ഞത്. ഇനി നമ്മൾ പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്തത് എപ്പോഴാണ്? ജാനുവരി 26, 1950. അന്നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നമുക്കെല്ലാവർക്കും അറിയാം, നരേന്ദ്ര മോദി. പ്രസിഡന്റിന് 5 വർഷമാണ് കാലാവധി. അദ്ദേഹത്തിന് 35 വയസ്സ് പ്രായമായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഒരു ശമ്പളം മേടിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവരുത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേയിൽ പ്രൈം മിനിസ്റ്റർ റെഡ് ഫോർട്ടിൽ നിന്നും പതാക ഉയർത്തിക്കൊണ്ടാണ് ആഘോഷം തുടങ്ങുന്നത്. ഇൻഡിപെൻഡൻസ് ഡേയിൽ 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്നതോടുകൂടിയാണ്, ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് നമ്മുടെ ആഘോഷം തുടങ്ങുന്നത്. എന്നാൽ റിപ്പബ്ലിക് ഡേക്ക് ആഘോഷം തുടങ്ങുന്നത് പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടിയാണ്. പ്രസിഡന്റിൻ്റെ പതാകയാണ് ആദ്യം ഉയർത്തുന്നത്. അവിടെ കർത്തവ്യപഥ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് പ്രസിഡന്റ് ആദ്യം എന്ത് ചെയ്യുന്നു? പതാക ഉയർത്തുന്നു. അവിടെ നിന്ന് ആ പതാക ഉയർത്തിയതോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ആളായിരിക്കണം, അതല്ലാതെ ഒരു മൊണാർക്കാവരുത് എന്ന് പറയണം. അങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ഭരിക്കുന്ന രാജ്യത്തെയാണ് റിപ്പബ്ലിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തലവൻ പ്രസിഡൻ്റാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഒരു സംശയം തോന്നും, പ്രസിഡന്റിൻ്റെ ഇലക്ഷന് നമ്മൾ പങ്കെടുക്കുന്നില്ലല്ലോ. പ്രസിഡന്റ് ഇലക്ഷൻ നടത്തുന്നത് ഇലക്ട്രൽ കോളേജാണ്. ആ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുത്തു വിട്ട നമ്മുടെ MLAമാരും MP മാരും, ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP മാരും ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, അതല്ലാതെ ഒരു മൊണാർക്കല്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് രാജ്യമാണ്. റിപ്പബ്ലിക് രാജ്യത്തിൽ ഭരണഘടന അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ പ്രായമായ ആളുകളാണ്, ഈ ചാനൽ കൂടുതലായിട്ട് കാണാൻ. നമ്മളിത് മനസ്സിലാക്കുകയും നമ്മുടെ വീട്ടിലുള്ള മറ്റു കുട്ടികൾക്ക് ഇത് പറഞ്ഞ് കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ട് ഒരു റിപ്പബ്ലിക് രാജ്യമാണോ? അല്ല. കാരണം ഇംഗ്ലണ്ട്, അവിടെ ഭരണത്തലവൻ എന്ന് പറയുന്നത് ക്യൂനാണ്. ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം പാലസിലെ പ്രതിനിധിയാണ് എപ്പോഴും അവിടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലണ്ട് ഒരു റിപ്പബ്ലിക് രാജ്യം അല്ല. നമ്മുടെ രാജ്യം റിപ്പബ്ലിക് രാജ്യമാണ്.
ഈ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കുക. ഓരോ ദിവസത്തെയും പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഭാരതീയരും മുമ്പോട്ട് പോകേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും നമ്മൾ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാവർക്കും എല്ലാവിധ റിപ്പബ്ലിക് ദിന ആശംസകളും. ഹരേ കൃഷ്ണ.